നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മലേറിയ ആണ്. മലേറിയ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൽ ഡിസീസ് ആണ്. ഓക്കെ, ഒരു പ്രോട്ടോസോവൽ ഡിസീസ് ആണ് മലേറിയ. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു പാരസൈറ്റ് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആണ് മലേറിയ. ഓക്കെ, അപ്പൊ ഇത് മെയിൻലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ്? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വഴിയാണ് ഹ്യൂമൻസിന് ഇൻഫെക്ഷൻ കിട്ടുന്നത്. ഓക്കെ, സോ മാൻ ഒക്കേഴ്സ് ഇൻഫെക്ഷൻ ബൈ ദ ബൈറ്റ് ഓഫ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. അപ്പൊ മലേറിയ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെക്ടർ ബോൺ ഡിസീസുകളിൽ ഒന്നാണ്. ഓക്കെ, വെക്ടർ ബോൺ ഡിസീസുകളിൽ ഒന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മലേറിയ. അപ്പൊ മെയിൻലി 4 സ്പീഷീസുകളാണ് നമുക്ക് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. പ്ലാസ്മോഡിയത്തിൽ വരുന്ന 4 സ്പീഷീസ് ആണ് ഹ്യൂമൻസിന് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. അതിലൊന്നാണ് പ്ലാസ്മോഡിയം വൈവാക്സ്, രണ്ടാമത്തത് പ്ലാസ്മോഡിയം ഫാൽസിപാരം, then പ്ലാസ്മോഡിയം മലേറിയ ആൻഡ് പ്ലാസ്മോഡിയം ഒവേലെ. Okay, these are the 4 causative agents that causes malaria to humans. Okay, ഇനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാൽ നമുക്ക് ഹിസ്റ്ററി നോക്കാം. വാട്ട് അബൌട്ട് ദി ഹിസ്റ്ററി ഓഫ് മലേറിയ? നെക്സ്റ്റ്, ഹിസ്റ്ററി ഓഫ് മലേറിയ. മലേറിയന്റെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ മനുഷ്യരിൽ ഏറ്റവും അറിയപ്പെടുന്ന പഴക്കം ചെന്ന ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസുകളിൽ ഒന്നാണ് മലേറിയ. ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത് സ്പ്രെഡായി കിടക്കുന്നതായിട്ട് പല ചരിത്ര രേഖകളിലും പുരാണങ്ങളിലും എല്ലാം പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രാചീന കാലഘട്ടത്തിൽ ക്രിസ്തുവിന് മുമ്പ് 2700 തന്നെ പല ചൈനീസ് ഈ ബുക്സിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ മലേറിയ പോലെയുള്ള രോഗലക്ഷണങ്ങളെ കുറിച്ചിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ക്രിസ്തുവിന് മുമ്പ് 1500 പുരാതന ഈജിപ്ത് വൈദ്യരേഖകളിലൊക്കെ ഒരു ഇന്റർമിറ്റന്റ് ഫീവറിനെ കുറിച്ചിട്ട് അവര് വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരുടെ ബുക്സിൽ. പിന്നെ ക്രിസ്തുവിന് മുമ്പ് 500 ഹിപ്പോക്രേറ്റ്സ് ഒരു പീരിയോഡിക് ഫീവറുകളുടെ ഒരു ക്ലിനിക്കൽ പാറ്റേൺ വിവരിക്കുകയും ഒരു സീസണൽ വേരിയേഷൻ മലേറിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് ഹിപ്പോക്രൈറ്റ്സ്. ഓക്കെ, പിന്നെ പറയുന്നത് മലേറിയന്റെ വേർഡ് മീനിങ് ആണ്. വേർഡ് മീനിങ് ഓഫ് ദാറ്റ് മലേറിയ എന്ന് പറഞ്ഞാൽ മാൽ എന്ന് വെച്ചാൽ ബാഡ്, ഏരിയ മീൻസ് എയർ. ഇപ്പൊ ഒരു ബാഡ് എയർ അല്ലെങ്കിൽ മോശം വായു എന്നാണ് മലേറിയ എന്ന് പറയുന്ന ആ ഒരു വേർഡ് മീനിങ്. ഓക്കെ, ഇറ്റാലിയൻ ഭാഷയാണത്. കാരണം പുരാതന കാലത്ത് ഈ മലേറിയ മാഷി ഏരിയാസിലാണ് കൂടുതലായിട്ട് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അന്നേരം ജീവിച്ചിരുന്ന ആളുകൾ വിശ്വസിച്ചതും ഈ മോശം വായുവാണ് അല്ലെങ്കിൽ ഈ മോശം എയർ ആണ് ഈ ഒരു ഇൻഫെക്ഷൻ നമുക്ക് കിട്ടാനുള്ള കാരണം എന്ന് അവരും വിശ്വസിച്ചു. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് മലേറിയ ഒരു മലേറിയ എന്ന് പറയുന്ന ആ വേർഡ് മീനിങ് അവർ കൊടുത്തിരിക്കുന്നത്, ബാഡ് എയർ എന്ന്. അതിനുശേഷം ഈ പാരസൈറ്റിനെ ഡിസ്കവർ ചെയ്യുന്നത് 1880 ഒരു ഫ്രഞ്ച് സൈനിക ഡോക്ടറാണ്. പേര് ചാൾസ് ലൂയിസ് അൽഫോൺസ് ലാവറൻ. അത് അൾജീരിയയിൽ അവര് ജോലി ചെയ്യുന്നതിൻ്റെ ഇടെ മലേറിയ ബാധിച്ച ഒരു പേഷ്യന്റിന്റെ ബ്ലഡിൽ നിന്നിട്ട് ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പാരസൈറ്റിനെ കണ്ടെത്തുകയാണ് ചെയ്തത്. അതിനുശേഷം 1897 ഒരു ഇന്ത്യൻ മെഡിക്കൽ സർവീസിലുള്ള ഡോക്ടർ സർ റൊണാൾഡ് റോസ് അവരാണ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് ഈ മലേറിയൽ പാരസൈറ്റ് മനുഷ്യരിലേക്ക് പകർത്തുന്ന വെക്ടർ എന്ന് കണ്ടുപിടിച്ചത്. ഈ 1987 സർ റൊണാൾഡ് റോസ് എന്ന് പറയുന്ന ഡോക്ടറാണ്. ഓക്കെ, അപ്പം 1880 അൽഫോൺസ് ലാവെർനനാണ് ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിളിൽ നിന്ന് പ്ലാസ്മോഡിയത്തിന് ഫസ്റ്റ് അയാൾ ഒബ്സർവ് ചെയ്യുന്നത്. മോസ്കിറ്റോ വഴിയാണ് നമുക്ക് ഈ മലേറിയ ഇൻഫെക്ഷൻ ഹ്യൂമൻസിലേക്ക് കിട്ടുന്നത് എന്ന് ഫസ്റ്റ് പറഞ്ഞത് ഡോക്ടർ സർ റൊണാൾഡ് റോസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്, ഒരു ഇന്ത്യൻ മെഡിക്കൽ സർവീസിലുള്ള ഒരു ഡോക്ടറാണ് ഇൻ 1897. ഓക്കെ, സോ ദാറ്റ്സ് ഹിസ്റ്ററി ഓഫ് മലേറിയ. ഇനിയും പറയാന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ മലേറിയന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ടിലും ഒരു 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലൊക്കെ മലേറിയ ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഒരു 1950കളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ചു. ഇൻസെക്ടിസൈഡായിട്ട് DDTയും അതുപോലെ മാസ് സ്പ്രേയിങ് ക്യാമ്പയിൻസ് ഒക്കെ നടപ്പാക്കി.
അതുപോലെ 1958 ഈ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം അവർ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഇന്ത്യയിൽ എന്താണ് ഒരു 1960കളിലൊക്കെ കേസുകൾ, മലേറിയ കേസുകൾ വളരെ കുറഞ്ഞതായിട്ട് പിന്നീട് കാണുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം എന്ത് വന്നു, മോസ്കിറ്റോയിൽ ഡ്രഗ് റെസിസ്റ്റൻസ് വന്നു. ഇൻസെക്ടിസൈഡിന് റെസിസ്റ്റൻസ് ആയിട്ട് ഈ മോസ്കിറ്റോ ഒക്കെ മാറി തുടങ്ങി. അപ്പൊ അങ്ങനെ മാറിയപ്പോൾ എന്താണ് പ്രശ്നങ്ങൾ പിന്നെയും ഈ ഇൻഫെക്ഷൻ അല്ലെ ഒരു രോഗവ്യാപനം പിന്നെയും തുടരാനായിട്ട് കൂടുതലാവാൻ തുടങ്ങി. പക്ഷെ ഇപ്പോഴും മലേറിയ ലോകത്ത് നമ്മുടെ ഈ പബ്ലിക് ഹെൽത്തിന് വളരെ പ്രശ്നമായ ഒരു രീതിയിലാണ് ഇപ്പോഴും മലേറിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആഫ്രിക്കയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും സൗത്ത് അമേരിക്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെ മലേറിയ നിൽക്കുകയാണ്. ഇപ്പൊ WHO അതുപോലെ ഒരു ദേശീയ ആരോഗ്യ വകുപ്പുകൾ, NGO ഇതൊക്കെ വെക്ടർ കൺട്രോൾ, ഏർലി ഡയഗ്നോസിസ്, എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്, വാക്സിൻ ഡെവലപ്മെന്റ് എന്നിവയിലൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്പ്രെഡ് ഇങ്ങനെ നിലനിൽക്കുന്നത് കാരണം ഇങ്ങനെ കുറെ ആക്ഷൻസ് ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് മലേറിയന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി ഹ്യൂമൻസിൽ ഇൻഫെക്റ്റ് ചെയ്യുന്ന പ്ലാസ്മോഡിയം സ്പീഷീസുകൾ 5 മെയിൻ സ്പീഷീസുകളാണ് ഹ്യൂമൻസിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, മലേറിയ കോസ് ചെയ്യുന്ന 5 മെയിൻ സ്പീഷീസുകളുണ്ട് പ്ലാസ്മോഡിയത്തിൽ. പക്ഷേ ഓവർ ഒരു 125 പ്ലാസ്മോഡിയം സ്പീഷീസ് എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. അത് ഹ്യൂമൻസിൽ മാത്രമല്ല, ബേർഡ്സിലും റെപ്റ്റൈൽസിലും മാമൽസിലും ഒക്കെ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന 125ലധികം പ്ലാസ്മോഡിയം സ്പീഷീസുകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് സ്റ്റഡി. ഓക്കെ, അപ്പൊ ഇവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 2 ഹോസ്റ്റിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഹ്യൂമണും മോസ്കിറ്റോവും. അപ്പം ലൈഫ് സൈക്കിൾ ഹ്യൂമൺ സൈക്കിളും ഉണ്ട്, മോസ്കിറ്റോ സൈക്കിളും ഉണ്ട്. ഹോസ്റ്റ് ഓഫ് പ്ലാസ്മോഡിയം മലേറിയ എന്ന് വെച്ചാൽ എന്താണ്, 2 ഹോസ്റ്റ് റിക്വയർഡ് ആണ്. അതിൽ ഏതാണ് ഫസ്റ്റ്, ഡെഫിനിറ്റീവ് ഹോസ്റ്റ്, ദാറ്റ് ഈസ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. അതാണ് അവരുടെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലാണ് സെക്ഷൽ സൈക്കിൾ ഒക്കെ നടക്കുന്നത്. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ് നമ്മൾ ഹ്യൂമൻസ്. അപ്പൊ നമ്മൾ ഹ്യൂമൻസിൽ വെച്ചിട്ടാണ് സെക്ഷൽ സൈക്കിൾ നടക്കുന്നത്. Okay, so 2 hosts required. Plasmodium need 2 hosts to complete its life cycle. One is female Anopheles mosquito, that is the definitive host, and sexual stage like sporogony occurs here. And second one is human, that is intermediate host. A sexual stage schizogony occurs in liver and red blood cells. Okay. പിന്നെ എന്തുകൊണ്ട് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ മാത്രം മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, മെയിൽ അനോഫിലസ് മോസ്കിറ്റോ പ്ലാന്റ് ജ്യൂസിന് മാത്രമേ അവർ ഫീഡ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ദേ ആർ ലൈക്ക് ഫ്രൂട്ട് നെക്ടർ. അവരെന്ത് ചെയ്യില്ല, ഹ്യൂമൻസിനെ ബൈറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു മലേറിയ സ്പ്രെഡ് ഉണ്ടാക്കാനും പറ്റില്ല. പക്ഷെ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണെങ്കിൽ അവർക്ക് ദേ നീഡ് അറ്റ്ലീസ്റ്റ് 2 ബ്ലഡ് മീൽസ് ടു ലേ എഗ്. ഓക്കെ, അവർക്ക് എന്താണ്, എഗ് ലേ ചെയ്യണമെങ്കിൽ 2 ബ്ലഡ് മീലെങ്കിലും കുറഞ്ഞത് വേണം. സോ ദേ ബൈറ്റ് ഹ്യൂമൻസ് ആൻഡ് ട്രാൻസ്മിറ്റ് മലേറിയ. ഓക്കെ, പിന്നെ അവരുടെ എപ്പിഡമിയോളജി പറയാനാണെങ്കിൽ ഇൻഫെക്റ്റീവ് ഫോം എന്ന് പറയുന്നത് സ്പോറോസോയിറ്റ് ആണ്. ആൻഡ് സ്പോറോസോയിറ്റ്സ് ആർ ഫൗണ്ട് ഇൻ salivary glands of female Anopheles mosquito. And when infection happens through blood transfusion or placenta, the merozoite become the infective form. ഓക്കെ, അപ്പം ഇൻഫെക്റ്റീവ് ഫോം ഏതാണ്, സ്പോറോസോയിറ്റ് ആണ്. ആ സ്പോറോസോയിറ്റ് എവിടെയാണ് കാണുന്നത്, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോന്റെ സലൈവറി ഗ്ലാൻഡിലാണ്. ഓക്കെ, coming to the mode of transmission, മെയിൻ റൂട്ട് എന്ന് പറയുന്നത് ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. അപ്പം എന്താ ചെയ്യുന്നത്, ഈ സ്പോറോസോയിറ്റ് ഡയറക്ട്ലി അവരുടെ സലൈവറി ഗ്ലാൻഡിൽ നിന്ന് നമ്മുടെ ഹ്യൂമൻസിന്റെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഡയറക്റ്റ് എൻട്രി ആണ്. ഓക്കെ, ഇപ്പൊ റെയർ ആയിട്ട് എൻട്രി ചെയ്യുന്നല്ലേ, റെയർ റൂട്ടാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ട്രാൻസ്പ്ലാസെന്റൽ ട്രാൻസ്മിഷൻ, ഇതൊക്കെ അതായത് മദർ ടു ബേബി, ഇതൊക്കെ എന്താണ് റെയർ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, മെയിൻ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ മോസ്കിറ്റോന്റെ സലൈവറി ഗ്ലാൻഡിൽ നിന്ന് നമ്മളെ ഹ്യൂമൻസിന്റെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഡയറക്റ്റ് ഉള്ള എൻട്രി ആണ്. ഓക്കെ, ഗ്ലോബൽ ബർഡൻ എന്ന് പറഞ്ഞാൽ മലേറിയ ഈസ് മോസ്റ്റ് ഡെഡ്ലി പാരസൈറ്റിക് ഡിസീസ് എഫക്റ്റിംഗ് ഹ്യൂമൻ.
and transmitted in 108 countries, putting approximately 3 billion people at risk. Causes നമ്മൾ പറഞ്ഞു ഒരു 300 to 500 million cases per year ആണ്, with around 1 million death annually. അപ്പോൾ അവരുടെ ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് അറിയാലോ, ട്രോപ്പിക്കൽ റീജിയൻസിലാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിട്ട് കാണുന്നത്. അതുപോലെ സബ് സഹാറൻ ആഫ്രിക്കയിലും ഏകദേശം 85% ടോട്ടൽ കേസസ് അവിടുന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട്. ഒരു അറൌണ്ട് 10% കേസ് ഫ്രം സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഒരു അപ്രോക്സിമേറ്റ്ലി 4% ഓഫ് കേസ് ഫ്രം മെഡിറ്ററേനിയൻ റീജിയൻസ്. ഓക്കെ, അങ്ങനെയാണ് ഇവരുടെ ഒരു ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കിടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാണെങ്കിൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്മ്യൂണിറ്റി മെഡിസിനിൽ 2024 വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റിഗാർഡിംഗ് മലേറിയ വാക്സിൻ സ്റ്റേറ്റ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ട് ഓപ്ഷൻസ് പറയുന്നത് ദർ ആർ 5 ടൈപ്സ് ഓഫ് മലേറിയൽ പാരസൈറ്റ്. RTS, SBAR, AS01, RTS-S malaria vaccine can be used for prevention of Plasmodium falciparum malaria. And third option, malaria vaccine Mosquirix is a mRNA vaccine. ഓക്കെ, അപ്പം ഇതിൽ 1 and 2 ആണ് ഓപ്ഷൻസ് റൈറ്റ് ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, 1 and 2 ആണ് ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബിക്കോസ് മോക്സ്ക്യൂറിസ് എന്ന് പറയുന്നത് ഒരു mRNA വാക്സിൻ അല്ല. ഓക്കെ, സോ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാണെങ്കിൽ ഫസ്റ്റ് 2 ഓപ്ഷൻസും എന്താണ്, ട്രൂ ആണ്. 1ഉം 2ഉം ട്രൂ ആണ്. കാരണം 5 ടൈപ്പ് മലേറിയൽ പാരസൈറ്റ് തന്നെ ഉണ്ട്. അതുപോലെ ഈ RTS, SBAR, AS01 എന്ന് പറയുന്നത് മലേറിയം പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിന്റെ ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ആണ്. അത് WHO റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഹൈ ട്രാൻസ്മിഷൻ ഏരിയസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ RTS, SBAR, ASO എന്ന് പറയുന്നത്, ASO1 എന്ന് പറയുന്നത്. പക്ഷേ എന്താണ്, മോക്സ്ക്യൂറിസ് എന്ന് പറയുന്ന ഒരു mRNA വാക്സിൻ ആണെന്നാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അത് ഫോൾസ് ആണ്. ബിക്കോസ് അതൊരു റീകോംബിനന്റ് പ്രോട്ടീൻ വാക്സിൻ ആണ്. അത് മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഫാൽസിപാരം പ്രോട്ടീൻ, പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിന്റെ സർക്കംസ്പോറോസോയിഡ് പ്രോട്ടീനെയാണ്. Okay, so the correct answer is 1 and 2, that is option B. Next, assistant professor in pediatrics 2019 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. That is, management of early treatment failure in malaria includes all except look for diarrhea and vomiting, treat with second line drugs and consider it as resistant malaria. അപ്പം ആൻസർ കൺസിഡർ ഇറ്റ് ആസ് റെസിസ്റ്റന്റ് മലേറിയ ആണ്. ഓക്കെ, എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരികയാണെങ്കിൽ, മലേറിയയിലെ ഒരു ഏർലി ട്രീറ്റ്മെൻറ്റ് ഫെയിലിയർ എന്നത് ചികിത്സ ആരംഭിച്ചതിന് ശേഷം ആദ്യ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ക്ലിനിക്കൽ അല്ലെങ്കിൽ ലബോറട്ടറി പാരാമീറ്ററുകളുടെ നില വഷളാവുകയോ അല്ലെങ്കിൽ മാറ്റമില്ലാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ഇങ്ങനൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ പേഷ്യൻറ്റിനെ ക്ലിനിക്കലി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അസസ് ചെയ്യുക. അവർക്ക് വോമിറ്റിംഗ് ഉണ്ടോ, ഡയറിയ ഉണ്ടോ, അബ്സോർപ്ഷൻ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ നമ്മൾ നോക്കാം. ഇനി ഉണ്ടെങ്കിൽ പാരസൈറ്റോളജിക്കൽ ടെസ്റ്റുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് റിപ്പീറ്റ് പാരസൈറ്റോളജിക്കൽ ടെസ്റ്റിംഗ് ആൻഡ് സ്വിച്ച് ടു എന്ത് ചെയ്യുക, സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ഇഫ് നീഡഡ്. അല്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ എന്താണ് ഡ്രഗ് റെസിസ്റ്റന്റ് മലേറിയ എന്ന് നമ്മൾ ലാബിൽ ചെയ്യാതെ ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പറയാം. മീൻസ് അതൊരു പോപ്പുലേഷൻ സ്റ്റഡിയാണ്. ഒരു പോപ്പുലേഷനിൽ മൊത്തമായിട്ട് എടുത്തിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുക, അല്ലാണ്ട് ഇൻഡിവിജ്വലി ആ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ആ ഒരു രീതിയിൽ പ്രതികരിക്കാതിരിക്കുക. ഓക്കെ, സോ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ.